നമസ്കാരം ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ വീഡിയോ ഗെയിമുകൾ. ഗെയിമുകളിൽ നിരന്തരം പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഓൺലൈൻ ഷൂട്ടർ ഗെയിം വികസിപ്പിച്ചെടുത്ത 3 യങ്സ്റ്റേഴ്സിനെയാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. Dynamic Effects mainly Trivandrum based ആയിട്ടുള്ളൊരു മൾട്ടിമീഡിയ ഡിസൈൻ കമ്പനിയാണ്. ഞങ്ങൾ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന സർവീസസ് വെബ് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ മോഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നുണ്ട്, 3D മോഡലിംഗ്, ദെൻ ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗെയിം ഡെവലപ്മെൻറ്റ് ആൻഡ് വെബ് ഹോസ്റ്റിംഗ് ആണ് നമ്മുടെ മെയിൻ സർവീസസ് ഇപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2011 കമ്പനി ഫോം ചെയ്യുന്നത്. കമ്പനി ഫോം ചെയ്ത് ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് കമ്പനി ഫോം ചെയ്യുന്നത്. 2011 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഫോം ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 3 ഇയേഴ്സ് ആവുന്നു. മീൻസ് ഞങ്ങളുടെ ഇപ്പോൾ ഓൾറെഡി 2 അച്ചീവ്മെൻറ്റ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ത്യയിലെ ഫസ്റ്റ് FPS ഓൺലൈൻ ഗെയിം ചെയ്യുന്ന PC ഗെയിം ചെയ്യുന്ന ഫസ്റ്റ് കമ്പനിയാണ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് എ ഫസ്റ്റ് കമ്പനി. ദെൻ ഞങ്ങൾ 3D മോഡലായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ചെയ്യുന്നതും ആ ബേസ്ഡ് ആയിട്ടും കാറ്റഗറി വരുന്ന ഫസ്റ്റ് കമ്പനിയാണ്. 3D റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റ് ഫോർ എ കൺസ്ട്രക്ഷൻ കമ്പനി. എൻഗേജ് എന്ന് പേരിട്ടിരിക്കുന്ന ഫ്രീ ഓൺലൈൻ ഷൂട്ടർ ഗെയിമാണ് ഈ കമ്പനിയുടെ ശ്രദ്ധിക്കപ്പെട്ട നേട്ടം. മറ്റ് മൾട്ടിമീഡിയ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങൾ ചിന്തിച്ചു എന്നതാണ് ഈ ഗെയിം പിറവിയെടുക്കാൻ കാരണമെന്ന് ഇവർ പറയുന്നു. മാത്രവുമല്ല, ഈ ഗെയിമിനെ ജനങ്ങൾ ഏറെ പെട്ടെന്ന് സ്വീകരിച്ചത് ഇവർക്ക് പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഗെയിം ഡിസൈനിലോട്ട് വരാൻ തന്നെ 2007 ക്രൈസിസ് എന്ന ഗെയിം കണ്ടതിന് ശേഷമാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രോത്സാഹനം കിട്ടുകയും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു ഗെയിം ഡെവലപ്പ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയം ഞങ്ങൾക്ക് വരികയും അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എൻഗേജ് എന്ന പേരിൽ ഞങ്ങൾ ഗെയിം ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെയധികം സ്ട്രഗിൾസിൽ കൂടെയും വളരെയധികം പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ ഈ ഗെയിം പൂർത്തിയാക്കിയത്. ഞങ്ങളുടെ ഗെയിം ഒഫീഷ്യലായിട്ടുള്ള ക്ലോസ്ഡ് ബീറ്റ സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് പ്രോസസ്സിലാണ്. ആൾക്കാരുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഈ ഗെയിമിന് സിംഗിൾ പ്ലെയർ മോഡ് എന്ന ആശയം കൂടി ഞങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ അടുത്ത് തന്നെ ആ ആശയം ഞങ്ങൾ ഈ ഗെയിമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ സോഫ്റ്റ്വെയർ സർവീസസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ മറ്റ് മൾട്ടിമീഡിയ ഡിസൈൻ കമ്പനീസിനെക്കാട്ടിയും ഡിഫറെൻ്റായിട്ട് നിൽക്കുക എന്നുള്ള ഒരു മോട്ടീവാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സുനിത ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു 3D വെബ്സൈറ്റ് ഇപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് 3D വെബ്സൈറ്റാണ് ഫോർ എ കൺസ്ട്രക്ഷൻ കമ്പനി. അത് ഞങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ സുനിത ഡെവലപ്പേഴ്സ് എന്നൊരു ക്ലയൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനീസിനെക്കാട്ടിയും ഇന്നോവേറ്റീവ് ആയിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊരു ഐഡിയ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ ഡിസൈൻ ടീം അവർക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇമേജ് ബേസ്ഡ് ആയിട്ട് ഒരു പാരലാക്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് 3D വെബ്സൈറ്റാണ് ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ അത് ഇന്ത്യയിൽ വേറെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനീസിനും ഇപ്പോൾ ഇതുവരെ ഇല്ല. സോ SDB കൺസ്ട്രക്ഷൻ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തതിനാൽ ഞങ്ങൾ ഫസ്റ്റ് ഇൻ ഇന്ത്യയാണ്. ദെൻ ഞങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ ഗെയിം ഡെവലപ്മെൻറ്റ് നമ്മൾ തന്നെ സ്വന്തം പ്രോഡക്റ്റാണ്. എൻഗേജ് എന്നാണ് ഗെയിമിൻ്റെ പേര്. സോ അത് FPS ഓൺലൈൻ ഗെയിമാണ്. PC നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ടു പ്ലേ ഓൺലൈൻ കളിക്കാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് engagethegame.com എന്നാണ് വെബ്സൈറ്റ് നെയിം. അവിടെ കയറി ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഗെയിം ഡൗൺലോഡ് ചെയ്യാം. ദെൻ അത് ഫ്രണ്ട്സായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും ഫ്രീ ആയിട്ട് നമുക്ക് സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഓൺലൈൻ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. സോ വിത്തിൻ 2 ഇയേഴ്സ് തന്നെ ഞങ്ങൾക്ക് മറ്റ് മൾട്ടിമീഡിയ കമ്പനീസിനെക്കാട്ടിയും ഡിഫറെൻ്റായിട്ട് നിൽക്കുക എന്നുള്ളൊരു അച്ചീവ്മെൻറ്റ്സ് നമ്മളിപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി 2 അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് ഇൻ വെബ് ഡിസൈൻ ഫീൽഡിലായാലും ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ്സ് ഫീൽഡിലായാലും തന്നെ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തതോടുകൂടി തന്നെ ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗെയിം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ അടുത്ത മെയ്യോടുകൂടി തന്നെ ഒരു ഗെയിം ഡിസൈനിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് വരും തലമുറയ്ക്ക് ഗെയിം ഡിസൈനിനെ കുറിച്ച് പഠിക്കാനും അവർക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുമുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ്. എൻഗേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അൺറിയൽ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന സോഫ്റ്റ്വെയറിലാണ്. മറ്റുള്ള ഫസ്റ്റ് പേഴ്സൺ ഗെയിംസിനെ കാട്ടി എൻഗേജിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ട്രൂ ഫസ്റ്റ് പേഴ്സൺ ടെക്നോളജിയാണ്. മേജർ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ എൻഗേജ് ദ ഗെയിമിനെ എല്ലാ കമ്പ്യൂട്ടറുമായിട്ടും കോമ്പാറ്റബിൾ ആക്കണം എന്നുള്ളതാണ്. കാരണം
അപ്പോൾ നമുക്കൊരു ഹൈ ആൻഡ് ഹാർഡ്വെയറിന് മാത്രം എയിം ചെയ്ത് നമുക്കൊരു ഗെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ കമ്പ്യൂട്ടേഴ്സിനും വേണ്ടി അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് ഡ്രോ കോൾസ് വഴിയും മെറ്റീരിയൽ ഷെയ്ഡേഴ്സ് വഴിയും പോസ്റ്റ് പ്രോസസ്സിങ് വഴിയും പിന്നെ ഉപയോഗിച്ച ടെക്സ്റ്റേഴ്സിൻ്റെ സൈസൊക്കെ കൊണ്ട് എന്നെ എല്ലാ വിധത്തിലും ഒപ്റ്റിമൈസ് ചെയ്യുന്നതും ഒരു മേജർ ജോലി തന്നെയായിരുന്നു. 30 seconds left. 10. റെനിലും സുഹൃത്തുക്കളും ചേർന്ന് 2011 ഡൈനാമിക് എഫക്ട്സ് എന്ന ഈ കമ്പനി രൂപീകരിച്ചത് ഒരു വെബ് ഡിസൈനിങ് കമ്പനിയായാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു മൾട്ടിമീഡിയ ഡിസൈനിങ് കമ്പനിയായി വളർന്നിരിക്കുന്നു. ഈ 3 വർഷത്തിനിടെ ആർക്കും അസൂയ തോന്നാവുന്ന നേട്ടങ്ങളാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ എൻഗേജിൽ ഓപ്പൺ ഫീൽഡ് എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ ഡ്രിവൺ മാപ്പാണ്. ഈ മാപ്പിലെ വെഹിക്കിൾ ഞാൻ തന്നെയാണ് റിഗ് ചെയ്തത്. ഇതിൽ കാണുന്ന വിഷ്വൽ എഫക്ട്സ് സച്ച് ആസ് മസിൽ ഫ്ലാഷ് എക്സ്പ്ലോഷൻസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ഇതിൽ ഈ മാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് ബിൽഡിങ്ങിന് took over 5 hours to complete this light building. ഈ ഹഡുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അഡോബ് ഫ്ലാഷ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ സുഹൃത്തായ റെനിയാണ് ഈ ഹഡുകളും മാപ്പിൻ്റെ ബേസിക് ലെവൽ ഡിസൈനിങ്ങും അദ്ദേഹം തന്നെയാണ് പറഞ്ഞു തന്നത്. ഈ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഗെയിമിന് 3 വെപ്പൺസാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഞങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഇൻ ഗെയിം മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഉദ്ദേശിക്കുന്നത് ഗെയിം കളിക്കുമ്പോൾ ഓരോ കില്ലിനും ഇത്ര പോയിൻറ്റ്സ് വെച്ച് കിട്ടും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ബോഡിയിൽ ഹിറ്റ് ചെയ്യുന്നത് പോയിൻറ്റ് കുറവായിരിക്കും, ഹെഡ് ഷോട്ടിന് എക്സ്ട്രാ പോയിൻറ്റ്സ് കാണും. അപ്പം അങ്ങനെ ആ കിട്ടുന്ന പോയിൻറ്റ്സ് ഉപയോഗിച്ച് ഇൻ ഗെയിം എലമെൻറ്റ്സ് സച്ച് ആസ് എക്സ്ട്രാ ഗൺസ്, ആർമേഴ്സ്, വെഹിക്കിൾസ്, അതിൻ്റെ മോഡിഫിക്കേഷൻസ്, അപ്ഗ്രേഡുകൾ എല്ലാം വാങ്ങിക്കത്തക്ക രീതിയിൽ ഇൻബിൽഡായിട്ട് തന്നെ ഒരു മാർക്കറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി അതിൻ്റെ പ്രോസസ്സിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എൻഗേജിൻ്റെ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് അതിൻ്റെ അത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെയ്യാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പല ബിൽ ബോർഡ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, ഗെയിമിൻ്റെ അകത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വലിയ ബിൽ ബോർഡുണ്ട്. വലിയ ബിൽ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബിൽ ബോർഡിലോട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വലിയ സൈസിൽ കാണിക്കാൻ പറ്റും. അത് മാത്രം ഇതാണ് വലിയ ബിൽ ബോർഡ്. അത് മാത്രമല്ല നമ്മൾ ചെറിയ ബിൽ ബോർഡ് നമ്മൾ റൗണ്ട് ബോർഡ് 22 ബിൽ ബോർഡ്സിന് മുകളിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ബിൽ ബോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെൻറ്റ്സും അതിൻ്റെ കൂടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. വീഡിയോ സ്ട്രീമിംഗ് ഉൾപ്പെടെയാണ് അതിൻ്റെത്. പ്ലസ് നമ്മളെ ചെറിയ ബിൽ ബോർഡിൽ വന്നിട്ട് നമുക്ക് ഒരു റോയിലുള്ള ബിൽ ബോർഡിൽ സെയിം ഒറ്റ ആഡാക്കി പോകുന്ന പല ആഡ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ഇതിലൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് ചെയ്യുന്നതാണ്. കാരണം കളിക്കുന്ന ആൾക്ക് കൂടുതലായിട്ട് ഈ ബിൽ ബോർഡ് കാണാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ഒരു 95% to 98% കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന ഹഡിൽസ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബിൽ ബോർഡിലെല്ലാം അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കോസ്റ്റ് ഹെവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺലൈൻ കളിക്കുന്നുണ്ട് പെർ മന്ത് അല്ലെങ്കിൽ പെർ ക്വാർട്ടറാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ വൺ ടൈം കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോസ്റ്റ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗെയിമിൻ്റെ മെയിൻ മെനു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഗെയിം പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്ത മറ്റുള്ള ഗെയിമുകൾ കണക്ട് ചെയ്യുന്നതും ഇതുവഴിയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാപ്പ് തന്നെയാണ്. നമ്മൾ ഓരോ ഓപ്ഷനിൽ കയറുമ്പോഴും ഇതിനകത്തൊരു ക്യാമറ ആനിമേഷൻ പ്ലേ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഗെയിം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാമറ വേറൊരു പൊസിഷനിൽ പോയി നിന്നിട്ട് മെയിൻ മെനു കൊണ്ടുവരും. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മാപ്പുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. മാക്സിമം പ്ലെയർ സെലക്ഷൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കറൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് 16 പ്ലെയേഴ്സ് വരെയാണ്. ഫ്യൂച്ചറിൽ ഞങ്ങൾ 32 വരെ സപ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മിനിമം 3 മിനിറ്റ്സും മാക്സിമം 60 മിനിറ്റ്സുമാണ് ഞങ്ങളിപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ 2 ഗെയിം മോഡുകളുണ്ട്, ഫ്രീ ഫോർ ഓൾ ആൻഡ് ടീം ഡെത്ത് മാച്ച്. ഫ്രീ ഫോർ ഓൾ എന്ന് പറയുന്നാൽ പേര് പോലെ തന്നെ അതിനകത്തുള്ള എല്ലാവരും നമ്മുടെ എനിമീസ് ആയിരിക്കും. നമുക്ക് ഫ്രണ്ട്ലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സോ ഒന്നും തന്നെ ഇല്ല.
ടീം ഡെത്ത് മാച്ച് എന്ന് പറഞ്ഞാൽ കയറുന്ന ആൾക്കാരെല്ലാം ഓരോ ടീമിലായിക്കൊണ്ടേയിരിക്കും. മെയിനായിട്ട് 2 ടീമാണുള്ളത്. സ്വാറ്റും ടെററിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കയറുന്ന അനുസരിച്ച് ചില ആൾക്കാർ സ്വാറ്റിലോട്ടും പോകും, ചില ആൾക്കാർ ടെററിസ്റ്റിലോട്ടും പോയി 2 ടീമിനെയും ബാലൻസ് നിർത്തി 2 ടീമായിട്ടാണ് അത് കളിക്കുന്നത്. ടീം ഡെത്ത് മാച്ചിന് റെക്കമെൻഡഡ് മാപ്പാണ് ഓപ്പൺ ഫീൽഡ്. പിന്നെ നമ്മൾ ഏത് മാപ്പ് സെലക്ട് ചെയ്താലും നമുക്ക് ആ മാപ്പിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. മാപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ പ്രിവ്യൂ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമ്മൾ പ്ലെയറിനൊരു പേര് കൊടുക്കുക, നമ്മളൊരു സെർവർ നെയിം സ്പെസിഫൈ ആയിട്ടാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് ഗെയിം സ്റ്റാർട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ മാപ്പിലോട്ട് പോയി നമുക്ക് ഗെയിം കളിച്ച് തുടങ്ങാവുന്നതാണ്. ഈ നമ്മൾ അൺറിയൽ എഞ്ചിൻ 3 നമ്മൾ മാപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ലൈറ്റ് മാപ്പ് UVs. ഫോർ എക്സാമ്പിൾ അൺറിയൽ എഞ്ചിൻ്റെ ഗെയിം എഞ്ചിൻസിന് റിയൽ ടൈം ഗ്ലോബൽ ഇലിമിനേഷൻ എന്നൊരു ഫെസിലിറ്റി ഇല്ല. അതിന് സ്റ്റാറ്റിക് ഗ്ലോബൽ ഇലിമിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്റ്റാറ്റിക് ഗ്ലോബൽ ഇലിമിനേഷൻ നമ്മൾ മെഷസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഓരോ മെഷീനും സെക്കൻഡ് UV ചാനൽസ് വേണം. അപ്പോൾ അതിനായിട്ട് 3D Maxൽ അതിനായിട്ടുള്ള വർക്ക് മേജർ ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം ഈ ടെക്സ്ചറിങ്ങിൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് എനിക്കതൊരു മേജർ ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു ചെയ്തെടുക്കാനായിട്ട്. അതിന് പലതരം പ്ലഗിൻസ് യൂസ് ചെയ്യേണ്ടി വന്നു. ഇത് നമ്മുടെ സുനിത ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത 3D വെബ്സൈറ്റാണ്. ഇത് 3D വെബ്സൈറ്റ് മെയിൻലി ഇമേജ് 3D ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇമേജ് 3D എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്ത ഇമേജ് 3D വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിലെ ഒരു ഹഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. നോർമൽ വെബ്സൈറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് നോർമലായിട്ട് നോക്കുന്ന ഒരു വെബ്സൈറ്റ് ഏറ്റവും കുറവായിരിക്കും, ബഡ്ജറ്റ് കുറവായിരിക്കും. ബട്ട് ഇതിൽ നിന്നുള്ള വെബ്സൈറ്റിൻ്റെ കോസ്റ്റ് ഏറ്റവും കൂടുതലാണ്, നോർമൽ വെബ്സൈറ്റിനെക്കാട്ടും കൂടുതലാണ്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും അതേപോലെയാണ്. സോ ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് വേണമെങ്കിൽ അതേപോലെ ചെയ്യേണ്ടി വരും. മെയിൻലി വില്ലാസും കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും ഉണ്ട്. പല ഫീച്ചേഴ്സും ബ്രൗഷേഴ്സാണ്. ഇതിൽ ബ്രൗഷേഴ്സിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഓൺലൈൻ ബ്രൗഷർ ഫെസിലിറ്റിയും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബ്രൗഷർ എന്നുള്ള മെത്തേഡ് കൈ ചെന്ന് നമ്മൾ ബുക്ക് എങ്ങനെ മറിക്കുമോ ആ ബുക്ക് മറിക്കുന്ന രീതിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ബുക്ക് മറിച്ച് കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ്, നമുക്ക് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് രീതി നോക്കുന്നെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അവർക്ക് മെയിൻലി ഔട്ട്സൈഡ് ഇപ്പം കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഔട്ട്സൈഡ് കേരളയ്ക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, ഫോറിൻ ആൾക്കാർക്ക് ഇവിടെ സ്വന്തമായിട്ട് വീട് മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുക്ക് മറിച്ചിട്ട് സോ അവിടെ ഓഫീസിൽ വന്ന് ബുക്ക് മറിക്കുന്ന രീതിയിൽ നമുക്ക് അതിനായിട്ടുള്ള എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഹഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കൂടുതലായിട്ട് ക്ലയൻറ്റ്സ് ഈ ഒരു കോസ്റ്റ് കൂടുതലായിട്ട് ക്ലയൻസിനെയും കൂടുതലായിട്ട് ചെയ്യാൻ മടിക്കും. സോ അതാണ് നമ്മളെ ഒരു 3D വെബ്സൈറ്റിനുള്ള നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ HR സെക്ഷൻ കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മളിപ്പം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മെയിൻലി യൂത്തിനെ ബേസ് ചെയ്തിട്ട് യൂത്തിന് വേണ്ടിയിട്ട് ഇപ്പം പുതിയ ഐഡിയാസ്, അവരുടെ പെർട്ടിക്കുലർ ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മളിവിടെ വേറെ സപ്പോർട്ട് കൊടുക്കുന്നത്, യൂത്തിന് വേണ്ടി കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ അതാണ്. കാര്യം എന്താ വെച്ചാൽ ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ അവർക്ക് ഐഡിയ എങ്ങനെ അത് IT ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. IT സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ഹഡിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു കോളേജിൽ നിന്ന് 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് നമ്മൾ അതേപോലെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് നമ്മളിവിടെ സെയിൽസും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത് ഇതിലൊരു ചെറിയ കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഫ്രീലാൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യുന്നു, വേറെ കമ്പനി വർക്ക് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് വേണം. സോ നമ്മളിവിടുത്തെ നമ്മളെ വർക്കിൻ്റെ ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ, നമ്മളെ വർക്ക് ഓവറായിട്ട് വരുന്ന വർക്കല്ല, നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതായത് അവർക്ക് എക്സ്ട്രാ ഇൻകം നമ്മളിവിടെ ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് പോലെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം അവർക്ക് കൂടെ ജനറേറ്റ് ചെയ്യട്ടെ എന്നുള്ളൊരു സപ്പോർട്ട് അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മളിപ്പം കൊടുക്കുന്ന ഈ ഫ്രീലാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസേഴ്സിന് അവർ വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്നു അങ്ങനെയല്ല. ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് എന്നുള്ള അവർക്ക് നമ്മളെ കമ്പനി തന്നെ ജോയിൻ ചെയ്യണം, ഇൻ ഫ്യൂച്ചർ മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്.
തങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയതിൻ്റെ സന്തോഷത്തിലാണ് ഈ യങ്സ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ ആശയങ്ങളുമായി തങ്ങളെ സമീപിക്കുന്ന യങ്സ്റ്റേഴ്സിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാനും ഇവർ ശ്രമിക്കുന്നു. ഞങ്ങൾ മെയിൻലി 4 ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്സ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇ-കൊമേഴ്സ്, 3D, CMS ബേസ്ഡ് ആൻഡ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3D വെബ്സൈറ്റ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് പാരലാക്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അത് അഡോബ് ഫ്ലാഷിലാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ഞങ്ങൾ 4 ടൈപ്പ് ഓഫ് ഫ്രീബീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗൂഗിൾ ആഡ്വേർഡ് ക്രെഡിറ്റ്സ് ഞങ്ങൾ ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ആഡ്വേർഡ് ക്രെഡിറ്റ്സ് ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സിന് അവരുടെ വെബ്സൈറ്റ് ലൈവ് ആവുന്ന സമയത്ത് തന്നെ ത്രൂ ഓൺലൈൻ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാവുന്നതാണ്. അവരുടെ കമ്പനി ബാനേഴ്സ് ഉപയോഗിച്ചിട്ട് ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ്സ് ത്രൂ ഓൺലൈൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ഞങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ്സ് ഫ്രീ ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീബി എന്ന് പറയുന്നത് ടോൾ ഫ്രീ SMS ആണ്. ടോൾ ഫ്രീ SMS യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഓണറിൻ്റെ മീൻസ് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഫീച്ചറാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റിലും നമ്മൾ കോൺടാക്റ്റ് ഫോംസ് കാണുന്നുണ്ട്. കോൺടാക്റ്റ് ഫോംസിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന റിസൾട്ട് വെബ്സൈറ്റ് ഓണറിൻ്റെ ഇമെയിലിലോട്ടാണ് പോകുന്നത്. ബട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോൾ ഫ്രീ SMS യൂസ് ചെയ്തിട്ട് കസ്റ്റമർ സബ്മിറ്റ് ചെയ്യുന്ന റിസൾട്ട് പോകുന്നത് ഓണറിൻ്റെ മൊബൈലിലോട്ടാണ്. സോ ഞങ്ങൾ അങ്ങനെ ഒരു ഫീച്ചർ ഇ-കൊമേഴ്സ് ഡെവലപ്മെൻറ്റിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് 10 GB വെബ് സ്പേസ്, 10 GB ബാൻഡ് വിത്ത് ആൻഡ് അൺലിമിറ്റഡ് ഇമെയിൽ ID ഉപയോഗിച്ചിട്ടാണ്. സോ മീൻസ് ഞങ്ങളുടെ ഓൺ സെർവറാണ്. ഞങ്ങൾ സോഫ്റ്റ്ലൈൻ എന്ന് പറഞ്ഞ US കമ്പനിയിൽ നിന്ന് സെർവർ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾക്കത് മാക്സിമം വെബ് സ്പേസ് ആൻഡ് ബാൻഡ് വിത്ത് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീബി എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റലേഷനാണ്. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ളത്. കസ്റ്റമേഴ്സിന് ത്രൂ ഓൺലൈൻ ഓണറിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഞങ്ങൾ അറൗണ്ട് 18 പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് അത് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. മീൻസ് ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്ന ഈ 4 ഫ്രീബീസാണ്: ഗൂഗിൾ ആഡ്വേർഡ് ക്രെഡിറ്റ്സ്, ടോൾ ഫ്രീ SMS, ഫ്രീ ഹോസ്റ്റിംഗ് ആൻഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റലേഷൻ. ഇന്നു മുതൽ നിങ്ങളുടെ ഗെയിം ലിസ്റ്റിൽ ഈ ദേശി ഗെയിം എൻഗേജ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയയ്ക്കുക outofthebox@mbnews.in. അടുത്ത ആഴ്ച വീണ്ടും കാണാം.